എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനക്കൂറുകാർക്ക് ഇപ്പോൾ ഏഴര ശനിയൊക്കെ നടക്കുന്ന സമയമാണ്. 2026 മീനക്കൂറുകാർക്ക് എന്തെങ്കിലും ഗുണഫലങ്ങൾ ഉണ്ടാകുമോ എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഈ രാശിഫലം നിങ്ങളുടെ ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് മീനക്കൂറിൽ വരുന്നത്. മീനക്കൂറിൻ്റെ അധിപൻ വ്യാഴമാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2026 ഒരു നിർണായക വർഷമാണ്. ഏഴര ശനിയുടെ ഏറ്റവും കാഠിന്യമേറിയ ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ശനി നിങ്ങളുടെ ജന്മരാശിയിലാണ്, 1-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇതിനെ ജന്മശനി എന്നാണ് വിളിക്കുന്നത്. അതുകൂടാതെ ഡിസംബർ വരെ 12-ൽ രാഹുവും 6-ൽ കേതുവുമൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് ആരോഗ്യത്തെയും മനസ്സിനെയും ഒക്കെ പരീക്ഷിച്ചേക്കാം. എന്നാൽ നിങ്ങൾക്ക് ആശ്വാസമായിട്ട് ഒരു ദൈവിക കവചം കൂടെയുണ്ട്. നിങ്ങളുടെ രാശ്യാധിപനായ വ്യാഴം 2026 ജൂൺ മുതൽ 5-ാം ഭാവത്തിൽ ഉച്ചത്തിലേക്ക് വരുന്നു. ഇത് നിങ്ങളുടെ പൂർവ്വപുണ്യത്തെ ഉണർത്തുകയും കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ശനി വർഷം മുഴുവൻ 1-ാം ഭാവമായ മീനൻ രാശിയിലാണ് നിൽക്കുന്നത്. ജന്മശനി മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ഒരുപോലെ ബാധിച്ചേക്കാം. അലസത, ക്ഷീണം, കാര്യതടസ്സം എന്നിവയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ശനി കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരെ ഒരിക്കലും കൈവിടില്ല. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഈ സമയത്ത് വർദ്ധിക്കുന്നതാണ്. രാഹു കേതുക്കൾ ഡിസംബർ 6 വരെ രാഹു 12-ാം ഭാവത്തിൽ കുംഭൻ രാശിയിൽ നിൽക്കുന്നു. കേതു 6-ാം ഭാവത്തിൽ ചിങ്ങൻ രാശിയിലാണ് നിൽക്കുന്നത്. 12-ലെ രാഹു അനാവശ്യമായ ചിലവുകൾ, ഉറക്കക്കുറവ് എന്നിവയൊക്കെ നൽകാം. 6-ലെ കേതു ശത്രുക്കളെ ജയിക്കാനുള്ള കരുത്തൊക്കെ നൽകുന്നതാണ്. രോഗങ്ങളെയൊക്കെ അതിജീവിക്കാനും സഹായിക്കുന്നതാണ്. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യാഴം 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അത് ഗ്രഹസുഖമൊക്കെ നൽകുന്നതാണ്. ജൂൺ മാസം മുതൽ വ്യാഴം 5-ാം ഭാവത്തിൽ ഉച്ചത്തിലേക്കാണ് പോകുന്നത്. 5-ലെ വ്യാഴം മഹാഭാഗ്യമാണ്. ഇത് കുട്ടികളുടെ പഠനകാര്യത്തിനും ആത്മീയ കാര്യങ്ങൾക്കും ഒക്കെ വളരെയധികം നല്ലതാണ്. ജന്മശനിയുടെ ഒരു കാഠിന്യമൊക്കെ കുറയ്ക്കാൻ ഈ വ്യാഴമാറ്റം സഹായിക്കുകയും ചെയ്യുന്നതാണ്. ശനി ജന്മത്തിൽ നിൽക്കുന്നത് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളെ, മാനസിക സമ്മർദ്ദമേ, ഉത്തരവാദിത്തങ്ങളെ ഒക്കെ കൂട്ടുന്നതാണ്. 12-ൽ രാഹു നിൽക്കുന്നത് അമിതമായ ചിലവുകളെ, അതുപോലെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് വിദേശത്തൊക്കെ പോകാനും സാധിക്കുന്നതാണ്. വ്യാഴം ഉച്ചത്തിൽ 5-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ സന്താനമൊക്കെ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അവർക്കൊരു സന്താന ഭാഗ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യയിലൊക്കെ വിജയം, ദൈവാനുഗ്രഹം ഒക്കെ ഉണ്ടാകുന്നതാണ്. കേതു 6-ൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ശത്രു ജയമുണ്ടാക്കും, രോഗശാന്തിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. 2026 നിങ്ങളുടെ കരിയർ നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതാണ്. 1-ലെ ജന്മശനി കാര്യങ്ങളൊക്കെ മന്ദഗതിയിലാക്കാം. കഠിനാധ്വാനമൊക്കെ ചെയ്താലും ഫലം കിട്ടാനൊക്കെ അല്പം താമസം ഉണ്ടാകാം. എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്ന തോന്നലൊക്കെ ഈ സമയത്തുണ്ടാകാം. എന്നാൽ ജോലിയൊക്കെ ഉപേക്ഷിച്ച് പുതിയൊരു ജോലിയൊക്കെ കണ്ടെത്തുന്നത് ഈ സമയത്ത് അത്രയൊരു നല്ലതല്ല. 12-ൽ രാഹുവൊക്കെ നിൽക്കുന്നത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്കും നല്ലൊരു അവസരമൊക്കെ ലഭിക്കുന്നതാണ്. എന്നാൽ നാട്ടിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനാവശ്യമായിട്ട് സ്ഥലമാറ്റമോ സ്ഥാനമാറ്റമോ ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ജൂണിൽ വ്യാഴം 5-ലേക്ക് വരുന്നത് കാര്യങ്ങൾ കുറേയൊക്കെ മെച്ചപ്പെടുത്തുന്നതാണ്. ബുദ്ധിയൊക്കെ തെളിച്ചമുള്ളതാക്കുന്നതും പുതിയ ആശയങ്ങൾ ഈ സമയത്ത് നടപ്പിലാക്കാൻ സാധിക്കുന്നതുമൊക്കെയാണ്. അധ്യാപകരെ, എഴുത്തുകാരെ, കലാകാരന്മാർക്ക് ഇവർക്കൊക്കെ ഈ വ്യാഴം ഉച്ചത്തിൽ വരുന്നത് നല്ലൊരു സമയമാണ്. ബിസിനസ്സുകാർക്ക് 2026
വലിയ റിസ്ക് ഒന്നും എടുക്കുന്നത് അത്രയൊരു നല്ലതല്ല. 12-ലെ രാഹു അപ്രതീക്ഷിത നഷ്ടങ്ങളൊക്കെ വരുത്താം. ആരെയും അന്ധമായിട്ടൊന്നും വിശ്വസിക്കരുത്. എന്നാൽ വ്യാഴം പുതിയ പ്രോജക്റ്റുകൾക്ക് ഒക്കെ തുടക്കമിടാൻ സഹായിക്കുന്നതാണ്. ഈ ഡിസൈന്, മീഡിയ ഇങ്ങനെയൊക്കെയുള്ള ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഈ സമയത്ത് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികം മീനക്കൂറുകാർക്ക് വലിയ വെല്ലുവിളികളൊക്കെ നിറഞ്ഞതാണ് 2026. 12-ാം ഭാവത്തിലൊക്കെ രാഹു നിൽക്കുന്നത് പണം യാതൊരു കാരണവശാലും കയ്യിൽ നിൽക്കുന്നതിന് സഹായിക്കില്ല. യാത്രകൾക്കോ ആശുപത്രി ആവശ്യങ്ങൾക്കോ ഒക്കെ വേണ്ടി പണം ചിലവാക്കാനുള്ള ഒരു അവസരമൊക്കെ വരുന്നതാണ്. ജന്മശനി വരുമാനം കുറയ്ക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള വരുമാനം കാലതാമസം വരുത്തുകയോ ഒക്കെ ചെയ്യാം. അനാവശ്യ ചിലവുകളൊക്കെ കർശനമായി 2026 നിയന്ത്രിക്കേണ്ടതാണ്. ജൂൺ മുതൽ കുറേയൊക്കെ ആശ്വാസം ഉണ്ടാകുന്നതാണ്. ലോട്ടറി, ചിട്ടി അല്ലെങ്കിൽ പഴയ നിക്ഷേപങ്ങൾ എന്നിവ വഴിയൊക്കെ ഈ ജൂൺ മുതൽ ധനലാഭം പ്രതീക്ഷിക്കാം. ഈ സമയത്ത് ഷെയർ മാർക്കറ്റിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ചാൽ ലാഭം കിട്ടാനും സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ 2026 സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. ജന്മശനി നിങ്ങളെ ഒരു ഗൗരവക്കാരനാക്കിയേക്കാം. പങ്കാളിയോടൊക്കെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു അവസരമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരില്ല. ഇത് ചിലപ്പോൾ ദാമ്പത്യത്തിലൊക്കെ ചിലപ്പോൾ അകൽച്ചയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വ്യാഴം ജൂണിൽ മാറുന്നത് വരെയൊക്കെ വീട്ടിലെ അന്തരീക്ഷമൊക്കെ ശാന്തമായിരിക്കും. അമ്മയുടെയൊക്കെ പിന്തുണയൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. സന്താനമില്ലാതെയൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ജൂൺ മാസം സന്താന സൗഭാഗ്യമൊക്കെ ഉണ്ടാകുന്നതാണ്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഉണ്ടാകുന്നതിന് ശേഷം ഈ സമയം കുട്ടികളില്ലാത്തവർക്ക് ഒരു അനുഗ്രഹ സമയം എന്ന് തന്നെ പറയാം. അതുപോലെ മക്കളുടെ വിഷയത്തിലൊക്കെ സന്തോഷിക്കാനൊക്കെ സാധിക്കുന്നതാണ്. പ്രണയബന്ധമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് ചിലപ്പോൾ അതൊക്കെ ഒരു വിവാഹത്തിലേക്ക് എത്തിച്ചേരാം. ശനി 1-ൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ദേഷ്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ നിയന്ത്രിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പൊട്ടിത്തെറിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ആരോഗ്യകാര്യത്തിൽ 2026 നല്ലൊരു ശ്രദ്ധയൊക്കെ വേണം. ജന്മശനി വിട്ടുമാറാത്ത ക്ഷീണം, സന്ധിവേദന, വാദം എന്നിവയൊക്കെ നൽകിയേക്കാം. അതുപോലെ രാഹു കാരണം ഉറക്കക്കുറവ്, കണ്ണിന് അസുഖം എന്നിവയൊക്കെ ഉണ്ടാകാം. മാനസികമായ ആരോഗ്യവും ശ്രദ്ധിക്കണം. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചൊവ്വയും ശനിയും ഒക്കെ ലഗ്നത്തിലൊക്കെ ഒന്നിച്ച് നിൽക്കുമ്പോൾ പരിക്കുകൾ, വീഴ്ചകൾ എന്നിവയൊക്കെ സൂക്ഷിക്കണം. ഈ സമയത്ത് വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ വ്യാഴം ഉച്ചത്തിലേക്ക് ജൂൺ മുതൽ വരുമ്പോൾ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിൽ പതിക്കുന്നതിനാൽ എന്തെങ്കിലും രോഗമൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് രോഗശാന്തിയൊക്കെ ലഭിക്കുന്നതാണ്. യോഗ, ധ്യാനം എന്നിവയൊക്കെ ശീലമാക്കുന്നത് ജന്മശനിയുടെ ഒരു ദോഷമൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ജന്മശനി അലസതയൊക്കെ നൽകാൻ സാധ്യതയുണ്ട്. പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഉറക്കമൊക്കെ വരാനും ഒക്കെ സാധ്യതയുണ്ട്. മടി, അലസതയൊക്കെ ഉണ്ടാകാം. എന്നാൽ ജൂൺ മുതൽ ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ ഈ ജൂൺ മാസത്തിന് ശേഷം സാധിക്കുന്നതാണ്. ഉപരിപഠനത്തിനൊക്കെ ചേരാനൊക്കെ ആഗ്രഹിച്ചവരാണെങ്കിൽ അവർക്ക് അവരാഗ്രഹിക്കുന്ന ഒരു കോഴ്സിലൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. കേതു 6-ൽ നിൽക്കുന്നത് മത്സരബുദ്ധിയൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. അത് ഏത് പരീക്ഷയും ജയിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ജന്മശനിയുടെ ഒരു ദോഷം കുറയ്ക്കാനും രാഹുവിൻ്റെ ദോഷം കുറയ്ക്കാനും കുറച്ച് പരിഹാരങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്യുക. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിലോ അയ്യപ്പ ക്ഷേത്രത്തിലോ നീരാഞ്ജനം വഴിപാടൊക്കെ നടത്തുക. ശനിയാഴ്ച വൈകുന്നേരം ഹനുമാൻ ചാലിസയൊക്കെ ജപിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ അത് ജപിക്കുക. മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. രാഹു പ്രീതിക്ക് വേണ്ടി ദുർഗാദേവിയെ ഭജിക്കുക. രാത്രിയൊക്കെ കിടക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്നത് ദുസ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ പ്രീതി കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടി വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. വ്യാഴം നിങ്ങളുടെ രാശ്യാധിപൻ കൂടിയാണ്. വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കുന്നതും വഴിയും ജന്മശനി ദോഷമൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ ഗുരുക്കന്മാരെയൊക്കെ
ആദരിക്കുക. 2026 ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആരോഗ്യകാര്യമൊക്കെ ശ്രദ്ധിക്കുക. മരുന്നുകളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് കഴിക്കുക. ജൂൺ മുതൽ വിദ്യാർത്ഥികളെ പഠനത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അനാവശ്യമായിട്ട് കടമൊക്കെ വാങ്ങാതിരിക്കുക. വലിയ നിക്ഷേപങ്ങളൊക്കെ അനാവശ്യമായിട്ട് നടത്താതിരിക്കുക. ദേഷ്യം നിയന്ത്രിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.